ഋതുട്ടോയ് ഋതുട്ടോയ് റിഗ മോളെ നോക്കട്ടെ മൈലാഞ്ചി അമ്മ ചോന്നണോ നോട്ടെ. ഹലോ നോട്ടെ നോട്ടെ. നിക്ക് നിക്ക് നിക്ക്. അപ്പോൾ അങ്ങനെ ഋതുട്ടൻ്റെ റിക്കുട്ടിയുടെ ഒക്കെ സ്കൂളത്തെ ഓണപരിപാടിയാണ് കേട്ടോ വന്ന്. റിഗമോൾ ഉണർന്ന് കിടക്കണ്ടായിരുന്നു, ഋതുട്ടനെ കൂടെ ഉള്ളു ഉണർത്താനുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് കുറച്ച് പൂവ് സ്കൂളിലേക്ക് കൊണ്ടുപോകണം. കുറച്ച് പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ മെസ്സേജ് വന്നത്, വാങ്ങിച്ച പൂവ് വേണ്ട, വീട്ടിലുള്ള പൂവ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പൂവൊക്കെ പറിച്ചു. കുറച്ച് ചെമ്പരത്തിയും കുറച്ച് മഞ്ഞക്കോളാമ്പി, അങ്ങനെ കുറച്ച് പൂക്കളേ ഉള്ളൂ വീട്ടിൽ. അതൊക്കെ പറിച്ച് റിഗമോൾ കവറിലാക്കി ബാഗിൽ കൊണ്ടുവച്ചിട്ടോ. അതിനുശേഷം വീട്ടിലത്തെ പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊണ്ടുവന്ന പൂക്കളേതായാലും ഉണ്ടല്ലോ, അപ്പോൾ ആ പൂ കൊണ്ട് പൂവിടാന്ന് കരുതി. ഞാനും റിഗമോളും കൂടി കുറച്ചുകൂടെ പൂവൊക്കെ പറിച്ചു പൂവിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ വാങ്ങിച്ച പൂവും റെഡിയാക്കി കുറച്ച് പൂ വീട്ടിൽ പറിച്ചതെടുത്തതും ഒക്കെ ആയിട്ട് ഞാനും റിഗമോളും കൂടി പൂവിട്ടു. പൂവിട്ടതിന് ശേഷം അവർക്ക് റെഡിയാവാനൊക്കെ ഉണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. റിഗമോൾക്ക് മുല്ലപ്പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അവൾക്ക് ഇന്ന് തിരുവാതിര ഉണ്ട് ക്ലാസ്സിൽ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉള്ള ദിവസം പോകാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവുമല്ലോ. അന്ന് പിന്നെ നേരത്തെ റെഡിയായി നിൽക്കും. കുട്ടികളൊക്കെ അങ്ങനെയല്ലേ. കുട്ടി റെഡിയായി. ഇനി അവൾക്ക് മുല്ലപ്പൂടെ വെച്ച് കൊടുക്കാണ്ട്. അത് പിടിക്കുക. ഋതു റെഡിയായോണ്ടിരിക്കുക. മുല്ലപ്പൂ വയ്ക്കാൻ വേണ്ടിയിട്ട് 2-3 മോഡലിലൊക്കെ വെച്ച് നോക്കിയിട്ടോ. ഒന്ന് മുടിയുടെ ഉള്ളിലൂടെ എടുത്തിട്ടും പിന്നെ വെറും മുകളിലൊക്കെ വെച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് നോക്കി. പിന്നെ വെറുതെ സിമ്പിളായിട്ട് ഇങ്ങനെ മുടിയിൽ കൂടെ അഴിച്ചിടുക ചെയ്തത്. അവൾക്ക് അതാ ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. നമ്മളിട്ട പൂവിൻ്റെ അടുത്തിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. രണ്ടാളും നിന്നിട്ട്. ഋതുവിനെ പൊതുവേ ഫോട്ടോ എടുക്കാനൊന്നും കിട്ടാറില്ല. റിഗമോളാണ് ഫോട്ടോയ്ക്കൊക്കെ നിന്ന് തരിക. പിന്നെ വണ്ടി വരുന്നുണ്ടോ എന്ന് ഗേറ്റിൽ പോയി നോക്കി നിൽക്കുക കേട്ടോ റിഗമോള്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം വണ്ടീൻ്റെ ഹോണ് കേട്ടു. വണ്ടി ഇങ്ങോട്ട് വരുന്നില്ല, അവിടെ നിന്ന് ഹോൺ അടിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വരാറ് ചെയ്യൽ. അപ്പോൾ എന്താന്ന് പോയി നോക്കിയപ്പോൾ 2 ബൈക്കാണ് അങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പോരാൻ കഴിയണില്ല. പിന്നെ അപ്പോൾ രണ്ടാളും കൂടി അങ്ങോട്ട് പോയിട്ടോ. ഓട്ടോയുടെ അടുത്തേക്ക് പോവുക ചെയ്ത്. ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ. താങ്ക് യു.